ജിത്തു ജോസഫ് ഒരു സിനിമയായിട്ട് വരുമ്പോൾ സാധാരണ പ്രേക്ഷകൻ എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ച് സസ്പെൻസ് പരിപാടികളൊക്കെ ഉള്ള വമ്പൻ ട്വിസ്റ്റും പരിപാടികളൊക്കെ ഉള്ള ഒരു ത്രില്ലർ സിനിമയാണ് സാധാരണ എല്ലാ പ്രേക്ഷകരും എക്സ്പെക്ട് ചെയ്യുന്നത്. അതേപോലത്തെ ഒരു സിനിമയാണ്. കുറേ കാര്യങ്ങൾ പറയുന്ന, കുറേ കഥാപാത്രങ്ങളുള്ള, തുടരെ ഇങ്ങനെ സീനുകൾ ഇങ്ങനെ മാറി മാറി പോകുന്ന, ഇടയ്ക്കിടയ്ക്ക് കുറേ സസ്പെൻസുകൾ ഇട്ട് തരുന്ന, നമ്മൾ ആ സസ്പെൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ സംവിധാനം അത് റിവീൽ ചെയ്യുന്നു, വീണ്ടും അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നു, നമ്മൾ പിടിക്കുമെന്ന് തോന്നുന്ന സമയത്ത് അത് വീണ്ടും റിവീൽ ചെയ്യുന്നു, അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു വമ്പൻ ഡിസ്റ്റിലേക്കൊക്കെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള സിനിമ. പക്ഷേ ഈ സിനിമയിൽ കുറേ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു മിസ്സിങ് ഫാക്ടർ ഉണ്ട്. ഈ സംഭാഷണത്തിൻ്റെ രീതിയാണോ അതോ ഒരു മൊത്തത്തിലുള്ള ആ സിനിമയുടെ ഫ്ലോയുടെ കുഴപ്പമാണോ എന്താണെന്നറിയില്ല. സിനിമയ്ക്ക് ഇത്രയൊക്കെ ത്രില്ലിങ് പരിപാടികളും ഇത്രയും സസ്പെൻസും ഇത്രയും ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു ഊർജ്ജക്കുറവ് സിനിമയ്ക്ക് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ആസിഫ് അലി ആണെങ്കിലും അപർണയാണെങ്കിലും ഹന്നയാണേലും ഹക്കീമാണേലും എല്ലാവരും അവരുടെ റോളും മര്യാദയ്ക്ക് അങ്ങ് ചെയ്തു പോയി. പക്ഷെ ചില കഥാപാത്രങ്ങൾക്ക് ഇവർ പറയുന്ന ഒരു ഇമ്പോർട്ടൻസും ഇവർ പറയുന്ന ഒരു ഭീകരതയൊക്കെ സിനിമയിലേക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന് തോന്നി. തുടങ്ങുമ്പോൾ നമ്മളോട് പറയുന്ന കാര്യങ്ങളുടെ ഒരു ഇൻറ്റൻസിറ്റി ഇടയ്ക്കിടയ്ക്ക് എവിടേക്കോ കുറഞ്ഞതുപോയ പോലെ തോന്നലൊക്കെ ആയിരിക്കാം എനിക്ക് സിനിമയോട് ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഊർജ്ജക്കുറവ് സിനിമയ്ക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നൊരു ഒരു ഭയങ്കര ത്രില്ലടിച്ച് സന്തോഷമായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് പേഴ്സണലി സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറയാമല്ലോ, ഒരു വർത്ത് വാച്ച് സിനിമയാണ്. ഒരു തിയേറ്ററിൽ പോയിരുന്ന് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ ഒരു നോർമൽ സിനിമ. ഒരു ജിത്തു ജോസഫിന്റെ ബ്രഹ്മാണ്ഡ സിനിമ എന്നല്ലാതെ ജിത്തു ജോസഫ് ഇടയ്ക്ക് ചെയ്യാറുള്ള ഒരു നോർമൽ ഒരു പരീക്ഷണ ചിത്രം പോലെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. ഓക്കെ.